സോ ഹലോ മച്ചന്മാരെ, വെൽക്കം ബാക്ക് ടു വൈസ് ഗെയിമിംഗ്. ഇന്ന് നമ്മൾ കളിക്കാൻ പോകുന്നത് ദ ഡെത്ത് ട്രിഗർ എന്ന് പറഞ്ഞിട്ട് സംഭവമാണ്. സോറി, ദ ഡെത്ത് ടാർഗറ്റ്. ഇത് സോംബീസിൻ്റെ ഒരു ടൈപ്പ് ഗെയിമാണ്. നമ്മളിങ്ങനെ വീഡിയോ കാലിലൊക്കെ അവർ തന്നെ ഇങ്ങനെ കാണിച്ചു തരും. ഫസ്റ്റത്തെ ഇതാണ്, അവർ തന്നെ ഫസ്റ്റ് കാണിച്ചു തരും. പിന്നെ ഇതാ കണ്ടോ, ഇങ്ങനെ കാണിച്ചു തരും. പിന്നെ ഇതിനു മുന്നേ ഞാൻ അറീന ബ്രേക്ക് ഔട്ടൊക്കെ കളിച്ചായിരുന്നു. പക്ഷേ അറീന ബ്രേക്ക് ഔട്ട്, ഗ്രാനി ഇതൊക്കെ കളിച്ചായിരുന്നു. അതിന് ശേഷം അതിൻ്റെ റെക്കോർഡിങ് മുഴുവൻ പോയാച്ച്. അപ്പോൾ എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. റെക്കോർഡിങ്ങും പിന്നെ ഇതൊക്കെ ഞാൻ നൈസായിട്ടായിരുന്നു. അതൊക്കെ നൈസായിട്ട് നല്ല കളിയും കോമഡിയൊക്കെ ആയിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ റോക്കറ്റ് ലീഗ് ഓക്കെ, അതിൻ്റെ ഒന്നും റെക്കോർഡിങ് ആയിട്ടില്ല. അതെന്താ മനസ്സിലായില്ല. സോ ഇപ്പം ഞാൻ ഇത് കുറേ നേരം നോക്കി, കുറച്ച് ഗെയിംസൊക്കെ കളിച്ച് വന്നപ്പോഴത്തേക്കും അതൊന്നും റെക്കോർഡ് ആകുന്നില്ല. പിന്നെ ഞാൻ ഇതും കൂടി ഒന്ന് നോക്കിയേക്കാം എന്ന് വെച്ചിട്ടാണ് ഞാൻ ഇത് റെക്കോർഡ് ചെയ്യാൻ വന്നത്. പക്ഷേ അപ്പോൾ ഫസ്റ്റ് ആയില്ലായിരുന്നു, ഇപ്പോൾ ആകുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. സോ എനിക്കിനി എഡിറ്റ് ചെയ്യണ സമയത്തേ അറിയാൻ പറ്റൂ. എഡിറ്റ് ചെയ്യാൻ തന്നെ വീഡിയോ വേണം. അപ്പോൾ ഇത് നമ്മൾ കളിക്കാൻ വന്നത് ഇപ്പോൾ നിങ്ങൾക്ക് ഞാൻ പേര് കാണിച്ചു തരാം. ഞാൻ തന്നെ വായിക്കണമെന്നില്ലല്ലോ. പേര് കാണിച്ചു തരാം. ഇതൊരു സർവൈവൽ ഗെയിം ആണോ? സർവൈവൽ പ്ലസ് ഇതുമാണ്, ലൈക്ക് ഷൂട്ടിങ് സംതിങ്. അപ്പോൾ ഞാൻ ഇതിന് മുന്നേ കളിച്ചിട്ടുള്ള ഒരു ഗെയിമാണ്. ഈ ഗെയിം വലിയ പോപ്പുലർ ഗെയിംസൊന്നും അല്ല, ലൈക്ക് അറീന ബ്രേക്ക് ഔട്ട് പോലെയൊന്നും വലിയ പോപ്പുലർ ഗെയിംസൊന്നും അല്ല. എന്നാലും കുഴപ്പമില്ലാതെ കളിക്കാം. കുഴപ്പമില്ലാതെ നമുക്ക് എല്ലാ ഡിവൈസിലും കോമ്പാക്റ്റബിളാണ്, കളിക്കാൻ പറ്റും. സോ ഇത് നിങ്ങൾക്ക് ഡെത്ത് ടാർഗറ്റ് എന്നാണ് ഈ ഒരു ഗെയിമിൻ്റെ പേര്. സോ നിങ്ങൾക്ക് ഈ ഗെയിമിൻ്റെ ഇത് കിട്ടിയില്ലെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്കും കൊടുത്തേക്കാം, പേരും കൊടുത്തേക്കാം. അപ്പോൾ ഇത് പ്ലേ സ്റ്റോറിൽ കിട്ടും, ആപ്പ് സ്റ്റോറിൽ കിട്ടുമെന്ന് എനിക്കറിയില്ല. എൻ്റെ ഫ്രണ്ട്സൊക്കെ ഇത് അവിടെ നിന്ന് കിട്ടിയെന്നൊക്കെ പറഞ്ഞിട്ട് ചോദിച്ചായിരുന്നു. ഇപ്പോൾ സോ നമുക്കിത് ഇങ്ങനെ കളിക്കാം. ഇപ്പോൾ ഓരോ സോംബീസ് വരുമ്പോൾ കണ്ടോ, ഓരോ സോംബീസ് വരുമ്പോഴും നമുക്കിങ്ങനെ വെടി വെക്കാം. അയ്യോ, ഇതെന്താ വെടി വെക്കാൻ പറ്റുന്നില്ലല്ലോ. ഹെഡ് ഷോട്ട് അടിക്കാം. ഓരോന്നത്തിൻ്റെ ഹെഡ് ഷോട്ട്. സൈഡ് താഴെ. ഞാൻ ഇപ്പുറത്തെ കൈ കൊണ്ടാട്ടോ ചെയ്യേണ്ടത്. ഇപ്പുറത്തെ കയ്യിൽ ഞാൻ മൈക്കിട്ടേണോണ്ടേ. ഇതെവിടേക്ക് സോംബീസ്? ഇവിടെ. പിന്നെ ഇപ്പുറത്തായിട്ട് ഇപ്പം ഞാനൊരു സോംബിയായിട്ട് മാറി അടി. താവളം. ഈ ഒരു സോംബീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് വെടികൊണ്ട് മരിക്കത്തില്ല, താഴെ കിടന്ന് ഇവന്മാർ ഇങ്ങനെ കളിക്കും. അയ്യോ, ഇപ്പുറത്ത്. അയ്യോ, നമുക്ക് ഒറ്റടി. ഞാൻ ഇതിന് മുന്നേ കളിച്ച ഞാൻ ഇത്തിരി ഒരു 11-12 വയസ്സ് ആ സമയത്തൊക്കെ കളിക്കുമായിരുന്നു ഈ സംഭവം. അപ്പോൾ ഇത് നിങ്ങൾക്കും കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ് ഞാനിത് കൊണ്ടുവന്നത്. പൊക്കത്തുനിന്ന് തന്നെ ഇവന്മാരൊക്കെ ഞാൻ ഇന്നിപ്പോൾ കൊല്ലും. ഇത് നൈസ് ഗെയിമൊക്കെ തന്നെ. ഇപ്പുറത്തുനിന്നുണ്ട്. ഇതെല്ലാ സൈഡും നോക്കണം. ഞാൻ ഇത് ഇത്തിരിയായി കളിച്ചിട്ട്, അതുകൊണ്ടാണ്. എൻ്റെ ലൈഫ് നിങ്ങൾക്ക് വേണമെങ്കിൽ പൊക്കത്ത് കാണാം. എവിടെ? കല്ല്. ഇപ്പുറത്ത് ഏതേ കണ്ടന്മാരിക്കുന്നുണ്ടോ? വെടിവെച്ചങ്ങ് തീർക്ക്. വെടിയേക്ക്. പൈസ കിട്ടുന്നുണ്ട്. മിഷൻ കംപ്ലീറ്റ്. മിഷൻ സംഭവം. എന്തായാലും നിങ്ങൾക്ക് ഫസ്റ്റ് കളിക്കുന്ന ആൾക്കാർക്കും ഇത് സിമ്പിളായിട്ട് കളിക്കാവുന്നതാണ്. ഡെത്ത് ട്രിഗർ മറ്റേ ഇതെന്നാണ് പറയുന്നത് ഇവിടെ. ജസ്റ്റ് ഇങ്ങനെ ഫസ്റ്റ് നമ്മൾ വരുമ്പോഴത്തേനും ഇങ്ങനെ കുറേ മെഷീൻസും പിന്നെ ഇങ്ങനെ ഒന്ന് പറഞ്ഞു തരികയൊക്കെ ചെയ്യും. പിന്നെന്താ, അങ്ങനത്തെ ഒരു ഗെയിമാണിത്. പിന്നെ ഇങ്ങനത്തെ കുറേ ഇങ്ങനെ നമുക്ക് ഓപ്ഷൻസ് നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ഇങ്ങനെ നമുക്ക് ഓരോ സംഭവം കിട്ടി, എന്തൊക്കെ കിട്ടും എന്നൊക്കെ. പിന്നെ നമുക്ക് ഇവിടെ ആണെങ്കിൽ സപ്ലൈസ് ഉണ്ട്. നമുക്ക് ഗുഡ് ബൈ എന്ന് പറഞ്ഞാൽ ഓക്കെ. ഇത് പരസ്യം ആ സമയത്തൊക്കെ പരസ്യം വരുമായിരുന്നു, ഇപ്പം എനിക്കറിയില്ല. ഗോൾഡ് കിട്ടി.
ഇതൊക്കെ പൈസ കൊടുത്ത് മേടിക്കണം, ആര് മേടിക്കും? ഓരോ സിറ്റിയിൽ ഓരോ മെഷീൻസ് വെച്ചാണ്, ബിക്കോസ് ഓരോ സിറ്റിയിലെ ഓരോ ആൾക്കാരെ നമ്മൾ രക്ഷിക്കണം. സോ അതിനുള്ള പൈസ നമുക്ക് കിട്ടുകയും ചെയ്യും. ഞാനിത് കുറേ വീഡിയോ എടുത്ത്, കുറേ ഞാൻ അറീന ബ്രേക്ക് ഔട്ടിൻ്റെ എടുത്ത്, പബ്ജിയുടെ എടുത്ത്, പിന്നെ റോക്കറ്റ് ലീഗ് എടുത്ത്. ഇതൊന്നും റെക്കോർഡായില്ല, അതെന്താ മനസ്സിലായില്ല എനിക്ക്. പിന്നെ ഞാൻ ഇത് ഒരാഴ്ച എടുത്തായിരുന്നു ഫസ്റ്റ്. ഞാൻ ഗ്രാനി കൊണ്ടുവരും എന്നാണ് പറഞ്ഞത്. കഴിഞ്ഞ വീഡിയോ കാണാത്തവർ പ്രൊഫൈൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് കഴിഞ്ഞ വീഡിയോ എടുക്കാവുന്നതാണ്. ഞാൻ ഗ്രാനി എടുക്കുമെന്ന് പറഞ്ഞത് സെയിം ഇഷ്യൂ ആയിരുന്നു, എനിക്ക് കിട്ടിയില്ല. ഗ്രാനിയും ഞാൻ റെക്കോർഡ് ചെയ്തായിരുന്നു, പക്ഷേ ഗ്രാനി ഇതേ സെയിം ഇഷ്യൂ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അതൊക്കെ കുറച്ചൊരു 10 മിനിറ്റത്തേക്ക് റെക്കോർഡായതിന് ശേഷം മാത്രമേ അത് 10 മിനിറ്റ് റെക്കോർഡായിട്ട് അത് അപ്പോൾ തന്നെ ക്ലോസ് ആയി പോകും, റെക്കോർഡിങ് സ്റ്റോപ്പായി പോകും. പിന്നെ ഞാൻ നോക്കിയപ്പോഴാണ് എൻ്റെ ഫോണിലാകെ 40% ഇതേ ഉള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പോൾ കാണിച്ചു ഞാൻ ഈ 77 സംതിങ് ഉണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. അതുകൊണ്ട് പെട്ടെന്ന് റെക്കോർഡ് വെക്കില്ല. ഞാൻ എന്താണ് സംഭവം എന്ന് നോക്കാൻ വേണ്ടിയിട്ട് നിന്നപ്പോഴാണ് ഈ സംഭവം. ഇതൊന്നും അറീന ബ്രേക്ക് ഔട്ടൊക്കെ ഞാൻ നൈസായിട്ട് കളിച്ച് നല്ല ഫണ്ണൊക്കെ ആയിരുന്നു, പക്ഷേ അറ്റ് ലാസ്റ്റ് അത് റെക്കോർഡായില്ല. പിന്നെ ഇതിൻ്റെ ഒരു ഇഷ്യൂ എന്ന് പറഞ്ഞാൽ, ഈ ഒരു ഗെയിമിൻ്റെ ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് റീലോഡാക്കി അടുത്ത് തന്നെ സോംബീസിനെയൊക്കെ അപ്പം തന്നെ കൊന്നു കളയണം, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫ് തന്നെ പൊക്കത്ത് കാണാൻ പറ്റും. നൈസൊരു ഗണ്ണൊക്കെ മേടിച്ച് കഴിഞ്ഞാൽ സീനാണ്. ഇപ്പം ഞാൻ ഇത് ഒരു ട്രയൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ വെറുതെ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി ജസ്റ്റ് കൊണ്ടുവന്നാൽ. ഇതിന് മുന്നേ ഞാൻ ചെയ്ത വീഡിയോസ് ഞാൻ പറഞ്ഞല്ലോ, എല്ലാം പോയി. അപ്പോൾ അടുത്ത പ്രാവശ്യം ഞാൻ അറീന ബ്രേക്ക് ഔട്ടിൻ്റെ ഒരു വീഡിയോ കൊണ്ടുവരുന്നുണ്ട്. അറീന ബ്രേക്ക് ഔട്ട് 1.4 GB ഒരു ഗെയിമാണ്. സോ അത് കംപ്ലീറ്റ് ചെയ്യണം എനിക്ക്. അടുത്ത പ്രാവശ്യം ഈ ഒരു വീഡിയോ തന്നെ എന്തായാലും ചിലപ്പോൾ ഒരു 2 ദിവസത്തെ ഗ്യാപ്പൊക്കെ വെച്ചിട്ട് ഞാൻ അറീന ബ്രേക്ക് ഔട്ടൊക്കെ കളിച്ച് എന്നിട്ട് ആ സമയം വരെ നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യണം. അറീന ബ്രേക്ക് ഔട്ടിൻ്റെ വീഡിയോ വരുന്നുണ്ട്. ഇപ്പം ജസ്റ്റ് ഇത്രയും കളിച്ച് ഞാൻ കുറേ കളിച്ചു അറീന ബ്രേക്ക് ഔട്ടൊക്കെ. ഇപ്പം അറീന ബ്രേക്ക് ഔട്ട് കളിച്ചു, പബ്ജി കളിച്ചു. അതിൻ്റെ ഒന്നും ഒരു വീഡിയോ റെക്കോർഡായിട്ടില്ല, എല്ലാം ഇങ്ങനെ പോയി. ഞാൻ ഈ സ്പീക്കർ വഴി നിങ്ങൾക്ക് സൗണ്ട് കേൾപ്പിക്കാം എന്നൊക്കെ പറഞ്ഞിരുന്നേച്ചതായിരുന്നു, പക്ഷേ ഇത് തന്നെ സംഭവം പോയി എൻ്റെ കയ്യിൽ നിന്ന്. ഞാനത് സേവ് ചെയ്തതാണോ അതോ ഈ ബാറ്ററിയുടെ പ്രശ്നമാണോ അതൊന്നും അറിയില്ല. അതുകൊണ്ടാണ് ഞാൻ കൊണ്ടുവരാഞ്ഞത്. അടുത്ത ആഴ്ച ഉറപ്പായിട്ട് അറിഞ്ഞ ബ്രേക്ക് ഔട്ടിൻ്റെ വീഡിയോസ് വന്നിട്ടുണ്ട്. ഇന്നെന്തായാലും ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ഇതൊക്കെ ഹെഡ് ഷോട്ടും ചെയ്യാം. പിന്നെ ഞാൻ ഹെഡ് ഷോട്ട് ചെയ്യാത്ത അറിയാമല്ലോ, എനിക്ക് ഹെഡ് ഷോട്ട് അറിയില്ല. ഹെഡ് ഷോട്ട് അടിക്കാൻ ഇത്തിരി നൈസായിട്ടുള്ളൊരു സംഭവം ഉണ്ടെങ്കിൽ കിട്ടും. ഇതാ കണ്ടെയ്നറിൽ നിന്ന് കൂടി തന്നെ ഇതെന്ത് അവിടെ മുഴുവൻ പൊട്ടിച്ച്. ഒരു സ്ഥലത്ത് തന്നെ കുറേ ഉണ്ടോ? നന്നായി. അടി കൊന്നു. ഇനി ഹെഡ് ഷോട്ട് അടിക്കാൻ പോയിൻറ്റ്സ് ഉണ്ട് കേട്ടോ. ഹെഡ് ഷോട്ട് 10 ഹെഡ് ഷോട്ട്. എൻ്റെ മകനെ, ഷടാ അയ്യോ, കുറേ ഉണ്ട് കേട്ടാ. സെറ്റ് സംഭവം കൊള്ളാം. കുറേ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ടാപ്പ് ടു കണ്ടിന്യൂസ്. നമുക്ക് വേണമെങ്കിൽ ഗെയിമിൻ്റെ അകത്ത് തന്നെ പൈസ കൊടുത്ത് വേണമെങ്കിൽ ഗണ്ണ് മേടിക്കാം. ഗൺസ് ഞാൻ വേണമെങ്കിൽ കാണിച്ചു തരാം. ഗൺസ് ഇവിടെ ഉണ്ടായ ഗൺസ് നമുക്ക് ഓരോ ഗൺസ് സെലക്ട് ചെയ്യാം. ഈ ഷോട്ട് ഗണ്ണാണെങ്കിലും ഗെറ്റ് അടിച്ച് കഴിഞ്ഞാൽ കിട്ടുമെന്നാണ് തോന്നുന്നത്. ഇങ്ങനെ ലെവൽസ് കഴിയണം. ഓരോ ഷോട്ട് ഗണ്ണിനാണെങ്കിലും നമുക്ക് ഓരോ ലെവൽസ് കഴിഞ്ഞാൽ കിട്ടുമായിരിക്കും. ഇതൊക്കെ ബൈ ചെയ്യണം. ഇതൊരു എക്സാമ്പിൾ പോലെ ഞാൻ കൊണ്ടുവന്ന ഒരു ഗെയിമാണ്. അപ്ഗ്രേഡ് ചെയ്യാം, നമുക്ക് വേണമെങ്കിൽ ഐറ്റംസ് അപ്ഗ്രേഡ് ചെയ്യാം.
പിന്നെ ഇതിന് തന്നെ സ്കിന്നുണ്ട്. സ്കിന്ന് മേ ബി നമുക്ക് ഇതാ ഗോൾഡ് കൊടുത്താൽ സ്കിന്ന് കിട്ടും. കമ്മിങ് സൂണാണിത്. പിന്നെ ഇത് പെട്ടെന്ന് എടുത്ത് ഒരു ചെറിയൊരു വീഡിയോ ആയിരിക്കും. ബിക്കോസ് ഞാൻ പറഞ്ഞല്ലോ കുറേ ഗെയിം കൊണ്ടുവരണമല്ലോ, അതുകൊണ്ട് ഞാൻ ഒന്ന് കൊണ്ടുവന്നതാണ്. ജസ്റ്റ് ഒരു വീഡിയോ ഇടാൻ വേണ്ടിയായിട്ടാണ് ഞാൻ ഈ ഗെയിം കൊണ്ടുവന്നത്. ഞാൻ നല്ല ഗെയിംസൊക്കെ കൊണ്ടുവന്നതായിരുന്നു, പക്ഷേ റെക്കോർഡായില്ല. ഇനി അവിടെ നിന്ന് സോംബീസ് തന്നെ. നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഓരോ വെടി വെക്കാം, ബുള്ളറ്റ്സ് വേസ്റ്റ് ചെയ്യാതെ. നൈസായിട്ട് കൂളായിട്ട് നടന്നു തന്നെ ഉണ്ടോ? നന്നായി. ഓടി ദേ ഇവിടെ ചെക്കൻ ഇവിടെ വന്ന് വെടിയുക നന്നായി. ഓനോ ഫ്രീസായവര്. കൊള്ളാം. ഈ ഇന്ന സമയത്തേക്ക് ഫ്രീസാവുമെന്നൊക്കെ ഉണ്ട്. റീലോഡ്. ഇനി നമുക്ക് വരുമ്പോഴത്തേക്ക് ഈ ആരോ ഉണ്ടോ? ഈ ആരോ കാണിക്കും. എവിടെന്നാ ഇതാ പൊക്കത്തു. എൻ്റെ മോനെ, ബോംബറി യശത്തു. മിഷൻ കംപ്ലീറ്റ്. യെസ്, അങ്ങനെ ആ മിഷൻ കംപ്ലീറ്റ് ആയി. ഗൂഗിൾ അക്കൗണ്ട് വെച്ച് ലിങ്ക് ചെയ്താലും നമുക്ക് അക്കൗണ്ട് വെച്ച് ലിങ്ക് ചെയ്യാം. വേണമെങ്കിൽ പുതിയ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് വേണമെങ്കിൽ ലിങ്ക് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓൺ അക്കൗണ്ടിൽ ചെയ്യാം. ഇങ്ങനെ പോയിൻസൊക്കെ കിട്ടും. പിന്നെ ചിലത് നമുക്കിവിടെ പൈസ കൊടുത്ത് മേടിക്കാൻ തന്നെ ഉണ്ട്. പൊക്കത്തൊക്കെ ആണ് റാങ്കൊക്കെ. വേണമെങ്കിൽ നമുക്ക് ക്രെഡിറ്റ് കാർഡൊക്കെ വെച്ച് ഇത് ചെയ്യാം. പക്ഷേ അതൊന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, നമുക്ക് ഓൾറെഡി കിട്ടുമല്ലോ. ഇങ്ങനെ ഓരോ മിഷൻസ് കഴിയുമ്പോൾ, ഇപ്പോൾ ഇത് മിഷൻ 9 ആണ്. റോക്കി. ഇതൊക്കെ ഓരോ ഇത് വെച്ചിട്ട് മാറിക്കൊണ്ടിരിക്കും. ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ അവിടെ നിന്ന് ആൾക്കാർ വന്നു, ഇവിടെ നിന്ന് തന്നെയുണ്ട്. ഈ വരുമ്പോഴത്തേക്ക് ആരോ നമുക്ക് കാണിക്കും. ഇതൊക്കെ നിങ്ങൾക്ക് അവരുടെ പൊക്കത്തൊരു ബാറായിട്ട് കാണുന്നില്ല, അതൊക്കെ അവരുടെ ലൈഫ്സാണ്. എവിടെ നിന്നൊക്കെ ചാടി വന്നി. നമ്മൾ പെട്ടെന്ന് തീർത്ത് കഴിഞ്ഞാൽ ചെക്കന്മാർ ചത്തുവോക്കോളും. പിന്നെ ഇതാണ് ഒരു ഇത്. ഞാൻ ചില സമയത്ത് ഇത് കാണൂല, വന്നിട്ട് ഇവന്മാർ ചെയ്യും. ഇവന്മാർ കടിക്കും വന്നിട്ട്. അപ്പോഴത്തേക്കും ഫുൾ ഇങ്ങനെ കണ്ടാ റോക്കി വരോന്നുണ്ട്. റോക്കിയൊന്നും കാണാനില്ല. എവിടെ റോക്കി? ഇവിടെ പിസ്റ്റൽ വെച്ച് ഓടിച്ചോക്കാം. പിസ്റ്റൽ തെറ്റ് അടിക്കാം. കൊല്ലടോ. സെറ്റ് സ്വിച്ച്. ദേ അവർ ഓൾറെഡി കുറച്ചൊരു ലൈഫിൻ്റെ ഒക്കെ കുഴപ്പമില്ലാതെയാണ്. കുറച്ച് ലൈഫുണ്ട് കുറച്ച്. അയ്യോ, പിസ്റ്റൽ. ചേഞ്ച്. ഷിഫ്റ്റ്. അയ്യോ, പെട്ട്. അമ്മേ, അതായിരിക്കുന്നു ഒറ്റ. എറിയ ബോംബെറിഞ്ഞ്. ആഹാ, മിഷൻ കംപ്ലീറ്റ് ആയി. ഈ ബോംബെറിഞ്ഞ് ലാസ്റ്റ് മിഷൻ കംപ്ലീറ്റ് ആയിരിക്കും, അത് ഉറപ്പാണ്. ഇത്ര കളിച്ച് ഞാൻ 2-3 ഗെയിംസ് കളിച്ച്. അറീന ബ്രേക്ക് ഔട്ടൊക്കെ എത്ര നേരം കളിച്ചാ, എന്നിട്ടും ആയില്ല. ഗൺ അപ്ഗ്രേഡ് ചെയ്യാനാണ് ഇവർ പറയുന്നത്. ഗൺ അപ്ഗ്രേഡ് ചെയ്യാം, പക്ഷേ പൈസയിലല്ല. പിന്നെ എങ്ങനെ ഗൺ അപ്ഗ്രേഡ് ചെയ്യുക? ഇതാണോ 4000 അപ്ഗ്രേഡ് ചെയ്തു. 2000 രൂപയുള്ളട്ടോ ഇനി. ആക്സെപ്റ്റ് ചാലഞ്ച്. ഈ മേ ബി ഷോട്ട് ഗൺ കിട്ടണ ഒരു ചാലഞ്ചാണ്.
നമുക്ക് വേണമെങ്കിൽ ഇത് കഴിഞ്ഞിട്ടൊന്ന് വീഡിയോ കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ അത് ഗ്രാനിയുടെ വീഡിയോ കൊണ്ടുവരാമെന്നാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ ഗ്രാനിയുടെ വീഡിയോ ഒന്നും റെക്കോർഡായില്ല. ഗ്രാനിയുടെ വീഡിയോ ഞാൻ കൊണ്ടുവരാം. ഗ്രാനിയുടെ വീഡിയോ കൊണ്ടുവരുന്ന സമയത്ത് നമുക്ക് എന്തായാലും സെറ്റാക്കാം. അത് ഞാൻ ഉറപ്പായിട്ട് സെറ്റാക്കി. എൻ്റെ ഒരു തടീനെ കൂട്ടിയിട്ട് ഇവൻ എന്താ കാണിക്കുന്നത് തടിയൻ? അയ്യേ. ഓക്കെ കീപ് പ്ലേയിങ്. അയ്യോ, പെട്ട് ഗീവ് അപ്പ് അടിക്കുക. മിഷൻ ഫെയിലായി. ബിക്കോസ് തടിയൻ ഓടിയെന്ന് ഞാൻ കണ്ടില്ല. അല്ലെങ്കിൽ ഞാൻ വെടിവെച്ച് ഇതിൻ്റെ വയറ്റിലെ പെലും പൊടിച്ചാനെ. അപ്പോൾ സോ ഗൈസ്, ഇത്രേ ഉള്ളൂ. ഈ ഒരു വീഡിയോ ചെറിയ വീഡിയോ ആണ്, ചിലപ്പോൾ ബോറടിക്കും. അപ്പോൾ സോ ഗൈസ്, ഇത്രേ ഉള്ളൂ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ എനിക്കും വലിയൊരു മനസ്സിൽ തൃപ്തി തന്നിട്ടില്ല ഇത് എടുത്തത്. ബിക്കോസ് ഞാൻ നല്ല ക്വാളിറ്റിയുള്ള ഗെയിം കളിച്ചിട്ട് ഇത്രയും ലോ ക്വാളിറ്റിയുള്ള ഗെയിം കളിക്കുന്നത് കൊണ്ടൊരു ഇത്. സോ അടുത്ത വീഡിയോയിൽ ഞാൻ അറീന ബ്രേക്ക് ഔട്ട് എന്തായാലും കളിക്കുമ്പോൾ നൈസായിട്ട് ഒന്ന് കളിച്ച് സെറ്റായതിന് ശേഷം ഞാൻ വീഡിയോ എടുക്കുന്നുള്ളൂ. ബിക്കോസ് അറീന ബ്രേക്ക് ഔട്ട് കളിക്കുമ്പോൾ ഒന്നാമത് 1.4 GB ഗെയിമാണ്. ഫോൺ ഇത്തിരി ഹീറ്റാവും. സോ ആ ഒരു പ്രശ്നം കൂടി ഉണ്ട്. പിന്നെ അറീന ബ്രേക്ക് ഔട്ട് കളിക്കുന്ന സമയത്ത് ആണെങ്കിൽ ഞാൻ വീഡിയോ റെക്കോർഡ് ചെയ്യില്ല. ഞാൻ ഇത്തിരി കളിച്ചതാണ്. പിന്നെ അറീന ബ്രേക്ക് ഔട്ടിൻ്റെ ഒരു മിഡ് റേഞ്ച് എത്തിയപ്പോൾ തന്നെ അവർ ഓൾറെഡി ഒരു കൗണ്ട് ഡൗൺ 30 മിനിറ്റോ സംതിങ് അത് അവിടെ തന്നെ ഫ്രീസായിരുന്നു. ഫോണിൻ്റെ പ്രശ്നമൊന്നും കൊണ്ടല്ല, ഗെയിമിൻ്റെ ഇതിൽ തന്നെ ഫ്രീസായിരുന്നു. എനിക്ക് അനങ്ങാൻ മാത്രം പറ്റുന്നുള്ളൂ, മൂവ് ചെയ്യാൻ പറ്റുന്നില്ല. ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഷിഫ്റ്റ് ചെയ്യാൻ മാത്രമേ പറ്റുന്നുള്ളൂ. ഗൺസൊന്നും ഷിഫ്റ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ ആ ഗെയിം കളഞ്ഞിട്ട് ഈ ഒരു ഗെയിം നിങ്ങൾക്കിപ്പോൾ ഞാൻ ഇന്നലെ പറഞ്ഞുകൊണ്ട് മാത്രം കൊണ്ടുവന്നതാണ്. ഇനിയിത് നാളെ എന്തായാലും ചിലപ്പോൾ ഒരു വീഡിയോ ഉണ്ടാകത്തില്ല. ഒന്നില്ലെങ്കിൽ മറ്റന്നാളായിരിക്കാം, അതല്ലെങ്കിൽ അതിൻ്റെ പിറ്റേ ദിവസമായിരിക്കാം. സോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. സോ ഞാനിപ്പോൾ പുതിയ ഒരു യൂട്യൂബർ ആയതുകൊണ്ട് ചിലപ്പോൾ കുറേ മിസ്റ്റേക്കൊക്കെ ഉണ്ടാവും. മിസ്റ്റേക്സ് വരുത്തണമല്ലോ, മിസ്റ്റേക്സിൽ കൂടിയല്ലേ വളരുന്നത്. സോ അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.